ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ സന്തോഷമാണ്. നിങ്ങൾ പുതിയതായി എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തിനോ നിങ്ങളൊരു തുടക്കം കുറിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. സമ്പത്തിൻ്റെതായ എനർജിയാണ്. പേജ് ഓഫ് കപ്സ്, ഫോർ ഓഫ് വാണ്ട്സ്, ഇത് നോക്കിയിട്ട് നമുക്ക് റീഡ് ചെയ്യാം. ഒരു കാർഡോടെ എടുത്ത് ജസ്റ്റിസ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. ഏസ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, ഫോർ ഓഫ് വാൻസ്, ജസ്റ്റിസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാർഡ്സ് എടുക്കാവേ. ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഒരു തുടക്കം കുറിക്കുന്നുണ്ട്, അതുമല്ല എങ്കിൽ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. എന്തിനോ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ നേരത്തെ തന്നെ ലോണിന് കൊടുത്തിരുന്ന പൈസയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതാവാം. ഇനി അതുമല്ല ഏതെങ്കിലും ഷോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, ചിലപ്പോൾ കുടുംബക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാകാം, ചിലപ്പോൾ വീടിന്റെ പണിയാവാം, കിണർ പണിയാവാം, എന്തിൻ്റെ എങ്കിലും ഒക്കെ ഇങ്ങനെ ചില വർക്കുകളിൽ നിങ്ങൾ, ചില പണികളിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും മറ്റു ചില കാര്യങ്ങളിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി ചിലപ്പോൾ പ്രൊമോഷൻ കാര്യമാകാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥലം മാറ്റമാകാം. എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു തുടക്കം വേണമെന്ന്. ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ഒരു തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആവേശകരമായി കാണുന്നത് എന്തോ ഒരു എനർജി ഉണ്ടാവും. ആവേശകരമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് വാൻസ്, വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. അതാണ് നമ്മൾ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ വരുന്നത് ക്രിയേറ്റീവ് എനർജിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചാനലുകൾ തുടങ്ങുന്നതാവാം, യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ ടാരോട്ട് റീഡിങ് പഠിക്കാൻ തുടങ്ങുന്നതാവാം, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാവാം. അങ്ങനെയൊക്കെ ഒരു തുടക്കം കൊണ്ടുവരാമല്ലോ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചാനൽ അങ്ങനെ തുടങ്ങുന്നതുമാവാം, ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നതാവാം. എന്തായാലും ഇവിടെ ഒരു തുടക്കത്തിന് സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാം. ഈ ഒരു തുടക്കം നിങ്ങൾ സ്വയം കൊണ്ടുവരാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ആഗ്രഹിക്കുന്നതുമാകാം. ഇത് ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഒരു തുടക്കം നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തുടക്കത്തിലൂടെ നിങ്ങൾ സാമ്പത്തികം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തികം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം. ഏത് കാര്യത്തിലാണ്, ചിലപ്പോൾ ബിസിനസ്സിലേക്കൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലഹാര നിർമ്മാണമായിരിക്കാം, എന്തുമാകട്ടെ, വീട്ടിൽ ഊണാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിലും ഒക്കെയും നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളൊരു നല്ലതുപോലെ ഒരു പോസിറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുന്ന ഒരു
എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു ഫെമിനിൻ എനർജിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷത്തെ കൊണ്ടുതരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങളെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. ഒരു ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാകാം, പോസിറ്റീവായ എനർജിയിലൂടെ നിങ്ങൾ സംസാരിക്കുന്നതാവാം, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാവാം. ഒന്നുകിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവാം, അത് നിങ്ങളെ മറ്റുള്ളവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതാകാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി ചിലപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം ധാരാളമായിട്ട് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ടും ഇവിടെ നിങ്ങൾക്ക് അതുവഴിയുള്ള ഐശ്വര്യം വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഈ കാര്യങ്ങളിൽ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു പ്രണയം വരാനുള്ള പ്രണയത്തിന്റെ തുടക്കമാകാം. അതുമല്ല എങ്കിൽ ആരെങ്കിലും മുൻകൂട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം ഇന്ന വ്യക്തിയോട് ഇന്ന സമയത്ത് ഇത് പറയണം എന്ന്. എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളോട് അത് തുറന്നു പറയുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ഈ ഒരു വരുമാന വർധനവിന് ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഒരു വ്യക്തി വരുന്നതാവാം. ഇന്നതുപോലെയുള്ള ടിപ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വരുമാന വർധനവിന് നിങ്ങൾക്ക് സഹായിക്കുന്ന തരത്തിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഡ്രീമാണ്. ഒരു ഡ്രീം ജോബ് നിങ്ങൾ ഇവിടെ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കുറച്ചുകൂടി മാനസികമായ സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് എൻജോയ് ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ 4 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്ന എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇവിടെ 1111 നമ്പർ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സോള് ഒരുപാട് ഹാപ്പിയിലേക്ക് മാറുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിവാഹമാകാം, ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് സന്തോഷിച്ച് കഴിയുന്നതാവാം, വീടിന്റെ പാല് കാച്ചലാവാം, അതുപോലെ തന്നെ വസ്തുവൊക്കെ വിൽക്കാനുള്ളവർക്ക് അത് വിറ്റ് കിട്ടുന്ന എനർജിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചില വാഹനങ്ങൾ നിങ്ങൾ മേടിക്കുന്നതാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ തരത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു സോൾമേറ്റ് കണക്ഷൻ, ഇൻഫ്ലെയിം കണക്ഷൻ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും അതുവഴി നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കാൻ സാധിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു, അത് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ. അഥവാ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നു, നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നു, നിങ്ങൾക്ക് പിന്നെ സന്തോഷം വരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അത് ക്രമമായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതിവിടെ ചില പാകപ്പഴകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായ ഒരു നീതി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നീതിയുടെ പക്ഷത്ത് തന്നെ നിങ്ങൾക്ക് സ്ഥിരം ഉറപ്പിച്ചു നിൽക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു വഴികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾക്കത് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ന്യായം അല്ലെങ്കിൽ നീതി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ദൈവികമായ എനർജി നിങ്ങളിലേക്ക്, ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതുമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് എന്താന്ന് നോക്കാം. ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്.
ഡെത്ത് വന്നിട്ടുണ്ട്. ഹെറോഫന്റ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള മാർഗമുണ്ടാകുന്നു, സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ നഷ്ടപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെതായ എനർജി നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നിരിക്കാം. അവിടെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടെ, അങ്ങനെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതുമല്ല എങ്കിൽ മറ്റ് ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവാം. ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. ജീവിതത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. ജീവിതത്തിൽ പൊതുവായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അതിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് ഒരു തുടക്കം വരുന്നുണ്ട്. നല്ല ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റത്തിൻ്റെതായ എനർജിയാണ്, ചേഞ്ച് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ. കാരണം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഒത്തിരി നിരാശയിൽ ജീവിതം കഴിഞ്ഞുകൂടുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടെ ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക നഷ്ടം വരുമ്പോഴാണ് മറ്റ് ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, വാങ്ങിച്ചവരൊന്നും തരുന്നില്ല, വീടിന് പ്രശ്നമായി, വാഹനം പ്രശ്നമായി, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നമായി. ഇങ്ങനെ പ്രശ്നങ്ങൾ മറ്റൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. കർമ്മ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരുന്നില്ല. അത് ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ അനുഭവിച്ച് തീർത്തുവെങ്കിൽ മാത്രമേ പുതിയൊരു നല്ല ലൈഫിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ നിരാശ, വിഷമം ഒക്കെ ഉണ്ട്, ഒറ്റപ്പെടലിന്റെ വേദന ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മറ്റ് ചില പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട്. നഷ്ടബോധം വരുന്നുണ്ട് ഇവിടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, ആരെങ്കിലും നിങ്ങളെ പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളെ ഇട്ടിട്ട് പോകാം, നോ കോണ്ടാക്ട് അവസ്ഥയാവാം, ജോലി നഷ്ടപ്പെടാം, എന്തെങ്കിലുമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡെത്ത് വന്നിരിക്കുകയല്ലേ, പ്രിയപ്പെട്ടവർ മരിച്ചു പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ചില വ്യക്തികൾ, ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒന്ന് മരിച്ചുപോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു മാറ്റം വരാം ജീവിതത്തിൽ. അല്ലെങ്കിൽ ചില നഷ്ടപ്പെടലുകൾക്ക് ശേഷമാകാം നല്ല ചില മാറ്റങ്ങൾ വരുന്നത്. അതൊക്കെ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം തരണം, പിന്നീട് ഒരു ലാഭം തരണം, നിങ്ങളെ ഒന്ന് തേച്ചു മിനുക്കി വാർത്തെടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെ നിഷ്കളങ്കരായ വ്യക്തികൾ മറ്റാരും കാണില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അനുഭവങ്ങളെ കൊണ്ടുതരുന്നത്. അവിടെ നിന്ന് വേണം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ആത്മീയപരമായ പാതയിലൂടെ, സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഹെയറോഫന്റ് എനർജി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ്. അത് മതപരമായ ചില ആചാരങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിൽ വിശ്വസിക്കുന്ന എനർജി ഉണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സിനൊരു താങ്ക് യു പറയാൻ പോലും കഴിവ് വരുന്നത് എപ്പോഴാണ്? ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ്. സന്തോഷത്തിൽ കഴിയുമ്പോൾ ആരും ദൈവത്തെ വിളിക്കില്ല, യൂണിവേഴ്സ് എന്താണത് എന്നൊക്കെ ചോദിക്കും, പ്രപഞ്ചമോ അത് എന്ത് സാധനം, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാമാണ് സ്വയം അറിയാൻ തുടങ്ങും. പിന്നീട് സ്വയം മാറ്റം വരാതിരിക്കില്ല, മാറ്റം വരും. മാറ്റങ്ങളുടേതായ ഒരു സമയം പിന്നീട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അവിടെയാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ കടക്കുന്നത്. സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിയുമ്പോഴാണ് പല കാര്യങ്ങളിലും മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അറിവ് വർദ്ധിക്കുന്നു. ആ അറിവിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നു. മനസ്സിലായി? കാരണം നിങ്ങൾക്ക് തന്നെ ഈ ഒരു അറിവുകളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നുവെന്ന്.
സംഭവാമി യുഗേ യുഗേ എന്നല്ലേ പറയുന്നത്. അപ്പോൾ സംഭവിച്ചതൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതൊക്കെ വളരെ നല്ലതായിരുന്നു. എൻ്റെ ജീവിതത്തിന് കുറച്ചുകൂടി മെച്ചമുണ്ടാകാൻ വേണ്ടി, കുറച്ചുകൂടി പ്രോഗ്രസ് ഉണ്ടാകാൻ വേണ്ടി എനിക്ക് യൂണിവേഴ്സ് തന്ന ഒരു സംഭാവനയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയം വരുന്നു. ഇത് നിങ്ങൾക്ക്, ഈ അനുഭവം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നീട് എന്താണ്, പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങളിൽ ഒന്നും തലയിടാൻ പോകണ്ട. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാതെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാതെ, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം സമാധാനത്തിലൂടെ സന്തോഷം കണ്ടെത്താം. ഇവിടെയാണ് അത് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക, പല കാര്യങ്ങളിലും. ചിലപ്പോൾ ഉല്ലാസയാത്ര നടത്താം, അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില പാർട്ടികളിലൊക്കെ നിങ്ങളെ വിളിക്കുന്നതോ, അല്ല എങ്കിൽ ചില ഫംഗ്ഷനുകളിലൊക്കെ ഏർപ്പെടുന്നതോ ഒക്കെയുമായി എന്ത് കാര്യമായാലും ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ സന്തോഷങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബോട്ടം വന്നിരിക്കുന്നതും കണ്ടില്ലേ, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സമ്പത്തിൻ്റെതായ സഫലത വരുന്നുണ്ട്. ബുദ്ധിമുട്ടിയാലും സാമ്പത്തികം നേടാനുള്ള ഒരു കഴിവുണ്ട് ഇവിടെ. ഇത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ബുദ്ധിമുട്ടി, രാപകൽ ബുദ്ധിമുട്ടി സാമ്പത്തികം നേടുന്നു, മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ സമ്പത്തിൻ്റെതായ സഫലത വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചില വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത, പുതിയ പുതിയ ചില കാര്യങ്ങൾ ഒക്കെയും സാധിച്ചു കിട്ടുന്ന, ജോലി കിട്ടുന്ന എനർജി, വിദേശത്ത് പോകുന്ന എനർജി, ഒരുപാട് പേരുടെ വിവാഹം നടക്കുന്ന എനർജി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സമ്പത്തിൻ്റെതായ ഒരു സഫലത നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്ലാരിറ്റി നോക്കാവേ. ടെമ്പറൻസിന്റെ എനർജിയാണ്. അത് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നമാണോ വരുന്നത്, കാരണം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഈ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. ഇതുവരെ ഇംബാലൻസ് ആയിരുന്നു കാര്യങ്ങളൊക്കെ, പക്ഷെ ഇപ്പോഴ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിനെ ബാലൻസ് ചെയ്ത് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ബാലൻസ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ നെവ് ഓഫ് സോഡാണ്. ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇവിടെ എന്തോ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മുന്നോട്ട് പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ എന്തോ ഒരു ദൃഷ്ടി ഇവിടെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളിലേക്കൊരു ദൃഷ്ടിദോഷം സംഭവിക്കാവുന്ന എനർജി ഉണ്ട്. കാരണം ഇത്രയുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടൊരു വിജയം സിദ്ധിക്കുമ്പോൾ, നല്ലതുപോലെ ഒരു സക്സസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ഒരു ദൃഷ്ടിദോഷം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ കണ്ണുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇത്തരത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ചിലപ്പോൾ മതിമറന്ന് സന്തോഷിക്കാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അവിടെ ഒന്ന് ചിന്തിക്കണം, കാരണം ബാലൻസ് ചെയ്താണ് പോവേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങളിലേക്ക് ഒരു ദൃഷ്ടിദോഷം വരാൻ പറ്റുള്ള, ഇവരൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ നിലയിലായോ എന്നൊക്കെയുള്ള ഒരു ദൃഷ്ടിയിൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുമ്പോൾ തന്നെയും ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളോടൊപ്പം നടക്കുന്നവർ തന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പണി തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവരുടെ ഉള്ളിൽ നിന്നും ആ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വിദേശത്ത് പോകാനെല്ലാം ആയിരിക്കുന്നു, നിങ്ങൾ അതൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല. പോയി കഴിയുമ്പോൾ പോകാറായത് അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പറഞ്ഞാൽ മതി, പെട്ടെന്നായിരുന്നു അല്ല എന്ന് അങ്ങനെയാണ് പറയേണ്ടത്. അല്ല നേരത്തെ തന്നെ കൊട്ടിഘോഷിച്ച് നടന്നാൽ അതൊന്നും സാധിക്കുകയില്ല. കാരണം അസൂയ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ദൃഷ്ടിയാണ്, അതൊരു വലിയ ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് നിങ്ങളിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഒരു ജോലി കിട്ടാൻ പോകുന്നു, അത് ആരോടും പെട്ടെന്ന് തുറന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ സൂക്ഷിച്ച് കണ്ടു വേണം സംസാരിക്കാനും ഇടപെടാനും.
ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ചിലപ്പോൾ വിദേശത്ത് പോകുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ പലർക്കും ഇവിടെ അങ്ങനെയുള്ള പോകാനുള്ള സാധ്യത വരുന്നുണ്ട്, സാഹചര്യം വരുന്നുണ്ട്, യാത്രകൾ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ചില ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോകാം. അതുമല്ല എങ്കിൽ ചില തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹവുമാകാം. ഇവിടെ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ സപ്രഷൻ ആണ് വന്നിരിക്കുന്നത്. ഹെയർ മണി വന്നിട്ടുണ്ട്. പുതിയ തുടക്കം, ഫുൾ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ ട്രാവലിംഗ് ആണ് ഇന്നത്തെ ദിവസം. ആരെങ്കിലുമൊക്കെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുണ്ട്. നമ്മൾ പറഞ്ഞ ഉല്ലാസയാത്ര നടത്താനുള്ള സാധ്യത, യാത്രകളിലൂടെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന എനർജിയാണ്. ആർക്കെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള എനർജി ഉണ്ടാവും. ഇവിടെ സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ അടിമയെ പോലെ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചു എങ്കിൽ ഇനിയും നിങ്ങളൊന്ന് സ്വതന്ത്രമാകുന്ന എനർജിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ ഒരു ഭാരം ഒന്ന് മാറ്റി വയ്ക്കണം, എന്നിട്ട് എനിക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകണം, എന്നിട്ട് എനിക്ക് ജീവിതത്തിലൊന്ന് സന്തോഷിക്കണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജിയിലേക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഡബിൾ 1 വന്നിട്ടുണ്ട്, കണ്ടല്ലേ? ഇവിടെ ഹെയർമണിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഐക്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള ആഗ്രഹം സാധ്യമാകുന്നു. അതുമല്ല എങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങൾക്ക് സഫലമാകുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അത് ഫൂളാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തിരിച്ചറിവുള്ള വ്യക്തിയാണിത്. മനസ്സിലായി? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ സ്പിരിച്വൽ വേയിലൂടെയാണ് പിന്നീട് വരാൻ പറ്റിയത്. അങ്ങനെ സ്പിരിച്വൽ വേയിലൂടെ വരുന്ന യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം കൊണ്ട്, യൂണിവേഴ്സിൽ അമിതമായ വിശ്വാസം വരുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. കാരണം എല്ലാം യൂണിവേഴ്സ് തരും. അങ്ങനെ അമിതമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ, നല്ലതുപോലെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യുമ്പോൾ, പ്രവർത്തനം കൂടി വേണം, അതിനനുസരിച്ച് ആക്ഷനും കൂടി എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിൽ നിന്നുള്ള എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടാറായിട്ടുണ്ട്. അത് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗ്യം എന്താണ്? ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ. എന്തൊക്കെയാണ് നോക്കാം. ഗഡ്സ്, ഡോൾഫിൻ വന്നിട്ട് 5 എടുത്തിട്ടുണ്ട്. ഓട്ടം വന്നിരിക്കുന്നത് ഇവിടെ ടേബിളാണ്. ഹാർഡ് വർക്ക് ഹെഡ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡോൾഫിൻ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഗെയിൻ ആണ് യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ മുൻപെന്തോ ചെയ്തിട്ടുണ്ടാവാം. എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി നിങ്ങൾ മുൻപ് എന്തോ ജോലി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു വരുമാനം നിങ്ങൾക്ക് ഈ സമയത്താവാൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നായിരിക്കും ചിലപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഡോഗ്സ് ആണ് വന്നിരിക്കുന്നത്. ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനുള്ള സാധ്യത ഉണ്ടാകുന്നു. വർക്ക് അച്ചീവ്മെന്റ് സക്സസ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ എത്രമാത്രം ജോലി ചെയ്യുന്നു അതിന്റെ നേട്ടം ഉണ്ടാകുന്നു, വിജയവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സക്സസ് ഉണ്ടാവാൻ പോകുന്നു, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഒരു സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇവിടെയോ ടൈം ടു ആക്ട്, ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മടിച്ചു നിൽക്കാതെ പവർലെസ് ആവരുത്. പവർഫുൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ, ആക്ഷൻ എടുത്തോളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
വളരെ നല്ല എനർജീസ് ആണ് നമുക്കിന്ന് വന്നിരിക്കുന്ന. ഡയമണ്ട്, യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതാണല്ലേ. ഇന്നത്തെ പൊതുവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതാണ്. യു വിൽ ബി റിസീവിങ്, കണ്ടില്ലേ, വളരെ വിലപിടിപ്പുള്ള ആരെങ്കിലും ചിലപ്പോൾ ഡയമണ്ട് ഒക്കെ സംഭാവന തരാനുള്ള എനർജി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം. ഏതെങ്കിലും വിലയുള്ളതോ വിലയില്ലാത്തതോ എങ്ങനെയായാലും ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.